ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈവ് അപ്ഡേറ്റ് ഒന്നുമല്ല, രാവിലെ എളുപ്പിന് നടന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അനീഷും തരികിട സാബുവും ഒക്കെ തമ്മിൽ ചെറിയ രീതിയിലൊരു ഒടക്ക് പോലൊരു സംഭവമൊക്കെ ഉണ്ടായി. നിങ്ങൾ പ്രൊമോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് രാവിലെ മോർണിംഗ് ടാസ്ക് നടന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇന്ന് അതിരാവിലെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അത് എപ്പിസോഡിനകത്ത് കാണിക്കുമോന്നും അറിയില്ല. ഞാൻ സീസൺ ഫസ്റ്റ് കാണാത്തൊരു വ്യക്തിയാണ്. എനിക്ക് അതുകൊണ്ട് ഈ തരികിട സാബുവിന്റെ കളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പുള്ളിയുടെ കുറച്ച് ഷോർട്സും കാര്യങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ. കുറച്ച് മാസ ഡയലോഗും ഒക്കെ ഉള്ള ആ ഐറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫുൾ എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അനീഷിന്റെ കൂടെ സാബു പോയിട്ട് പാത്രം കഴുകി വെക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ഗ്ലാസും കാര്യങ്ങളും എല്ലാം എടുത്ത് കഴുകി വെക്കുന്നു തരികിട സാബു പോയിട്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച് നിങ്ങൾ സ്വന്തം ഗ്ലാസ് മാത്രമേ കഴുകി വെക്കത്തോളായിരിക്കുമെന്ന്, അങ്ങനെ ചെയ്യല്ലേ. അന്നേരം സാബു ചോദിക്കുന്നുണ്ട്, എന്താ കേസാവോ? അല്ല, ഞങ്ങൾക്കല്ലേ നാണക്കേട്, ഒരു ഗസ്റ്റ് വന്നിട്ട് ഗ്ലാസ് ഒക്കെ കഴുകി വെക്കുകയാണ്. രാവിലെ തന്നെ പുള്ളി എണീറ്റ്. ഇപ്പൊ നൂറേം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇന്നലെ കിടന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്, എങ്ങനെ ഇദ്ദേഹം ഇത്രയും നേരത്തെ എണീറ്റു എന്ന്. ഇത് കഴിഞ്ഞിട്ട് അനീഷും നൂറേം കൂട്ടി സംസാരിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട്, അനീഷാണ് ആ വീട്ടിൽ ആദ്യം എണീറ്റത്, അത് കഴിഞ്ഞ് ഒപ്പം തന്നെ സാബു എണീറ്റു, എന്നിട്ടാണ് ഈ അടുക്കളയിൽ പോയിട്ട് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അവിടെ ഇന്ന് അനീഷിന്റെ കൂടെ നിന്ന് ഗ്ലാസ് എല്ലാം കഴുകി അടുക്കി കറക്റ്റ് ആയിട്ട് വട്ടത്തിലൊക്കെ വെക്കുകയൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ ഇരിക്കുന്ന പച്ചക്കറികളെയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ഇതെന്താ ആരും യൂസ് ചെയ്യാതെന്നൊക്കെ കുറച്ച് അനീഷിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അനീഷാണെങ്കിൽ കുറെ നിർബന്ധിക്കുന്നുണ്ട്, അയ്യോ മതി മതി സാബു ചേട്ടൻ പൊക്കോ, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഫുള്ള് ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. വേണ്ട ഗ്ലാസ് ഒക്കെ കൊണ്ട് അനീഷിന്റെ കൂടെ കൊണ്ടുവന്ന് അള്ളിയൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പാട്ടിട്ട് ആൾക്കാരൊക്കെ വന്ന് ഡാൻസ് കളിക്കും. അതിനുശേഷം വാഷ്റൂം ഏരിയയിൽ പോയിട്ട് ആതിരയെ സാബു പൊക്കുകയാണ്. അവിടെ നിന്നിട്ട് ആതിരയെ നൈസായിട്ട് നോക്കുന്നുണ്ട്. പുള്ളി ചോദിക്കുകയാണ്, ക്യാപ്റ്റൻ അല്ലേ രാവിലെ എണീറ്റൊക്കെ വരേണ്ടത്, എന്താണ് ഉത്തരവാദിത്തം കാണിക്കാത്തത്? ഇവിടെ പാട്ടിട്ടപ്പം ഡാൻസ് കളിക്കാൻ ആതിലെ കണ്ടില്ല, ഇവിടെ പോയേക്കുമായിരുന്നു ചോദിച്ചു. അങ്ങനെ 2 വട്ടം പാട്ടിട്ട് കാസറ്റ് വള്ളി തേഞ്ഞ് പൊട്ടി, എന്നിട്ടും ആതിലെ കണ്ടില്ല. അതിന് ആതില പറയുന്നുണ്ട്, ഞാൻ വാഷ്റൂമിൽ പോവുകയായിരുന്നു എന്നും പറഞ്ഞ് ആതില അവിടെ ഒരു ന്യായം പറഞ്ഞ് വിടുന്നുണ്ട്. ഇതിന് ശേഷമാണ് സത്യത്തിൽ ചിരിച്ചുപോയി. ബാ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അതിലെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പുറത്തോട്ട് പോയിട്ട് ഈ മനുഷ്യനെ ഇങ്ങനെ നിൽക്കാണ്ട് കണ്ടില്ലേ, പിക്ചർ കണ്ടില്ലേ, ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, ബിഗ് ബോസിന്റെ കവാടത്തിന്റെ ഫ്രണ്ട് നിൽക്കുകയാണ്. ഈ ഫ്രെയിം കണ്ടോ അതില? ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം. കാലത്തെ ബിഗ് ബോസ് എപ്പോഴും ഈ ഒരു ഫ്രെയിം കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും പൈസയൊക്കെ ചെലവാക്കിയിട്ട് ഈ ഒരു ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് പുള്ളി പറയാണ്, പക്ഷെ ഈ ഒരു ഫ്രെയിം ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അതിൽ നോക്കൂ, കുറച്ച് അടിവസ്ത്രങ്ങളാണ് അവിടെ കിടക്കുന്നത്. അടിവസ്ത്രങ്ങളുടെ ഇടയിലൂടെ ക്യാമറ ഇങ്ങനെ വരേണ്ടി വരും. അതുകൊണ്ട് ക്യാമറ ഇവിടെ വെക്കാൻ പറ്റൂല. ഇത്രയും പൈസ ചെലവാക്കിയിട്ട് അവർ ഇത്രയും നല്ല രീതിയിൽ അതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അടിവസ്ത്രം അതിന്റെ ഫ്രണ്ടിലാണ് കൊണ്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ ക്യാമറ വെക്കാൻ പറ്റൂല, ആ ഫ്രെയിം കിട്ടൂല. അപ്പൊ പിന്നെ വേറെ ഫ്രെയിം അവർക്ക് പിടിക്കേണ്ടി വരും. എന്നിട്ട് പറയും, ആ ഫ്രെയിം പറ്റാത്തതുകൊണ്ട് ഇത് മാറ്റിയിട്ട് ആ ആംഗിളിൽ നിന്ന് വെക്കും, ആ സൈഡിലുള്ള ആംഗിളിൽ നിന്ന് വെക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കാറിന്റെ ഒക്കെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തേക്കുന്ന ആംഗിൾ കണ്ടല്ലോ, അവിടുന്ന് ചിലപ്പം വെക്കുമായിരിക്കും. അവിടെയും പറ്റൂല. അവിടെ നോക്കുമ്പോഴും തുണി കൂനയായിട്ട് കൂട്ടിയിട്ടേക്കാണ്. അപ്പൊ പിന്നെ അതും നടക്കത്തില്ല. പുള്ളി തന്നെ എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കിടത്തണ്ട, ഒരുമാതിരി കോർപ്പറേഷന്റെ ചവറ് കൂന കിടക്കുന്നതിന്റെ കൂട്ടാണ് നീയൊക്കെ തുണി അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടേക്കുന്നത്. ആ ആംഗിളിലും ക്യാമറ വെക്കാൻ പറ്റൂല. അതിലെ അവിടെ നിർത്തി അങ്ങ് അപമാനിക്കുകയാണ്. വലിച്ചു കീറുന്ന കാപ്പരത്തില് രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ചൂടൊരു കട്ടൻ കാപ്പി കൊടുക്കുന്ന പറയത്തില് അതുപോലെ വിളിച്ചോണ്ട് പോയി വലിച്ചങ്ങ് കീറുവാണ് അവിടെ നിർത്തിയിട്ട്. ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും പ്ലേ ചെയ്ത് ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് കൊണ്ടേ അടിക്കുന്നത്. ഒന്നും തോന്നരുത്. ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ എന്റെ ഇരിപ്പുണ്ട്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും വെക്കാൻ പറ്റില്ല. കാരണം ഒന്നിന് തൂങ്ങിയാടുന്ന കളർഫുൾ അടിവസ്ത്രങ്ങൾ, അതിനിടയിൽ കൂടെ ബിഗ് ബോസ് ഹൗസ് രാവിലെ ആദ്യത്തെ ഷോട്ടാണ്. പുള്ളി തന്നെ പറയാണ്, ഇതിന്റെ സംവിധായകൻ ഇപ്പൊ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല. തുണി കടന്നാടുന്നു, അടിവസ്ത്രങ്ങൾ കടന്നാടുന്നു, ഇതിന്റെ ഇടയിൽ കൂടെ ക്യാമറ വരുന്നു. രാവിലത്തെ ഷോട്ട് ബിഗ് ബോസ് ഹൗസ് എങ്ങനെ കാണിക്കാൻ പറ്റും? ഒന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. ഡയറക്ടറിന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കാണിച്ചിട്ട് പറയാം, കണി കണ്ടുണരുന്ന നന്മ കണ്ടില്ലയോ? കംപ്ലീറ്റ് തുണി ആ ഒരു കൂട്ടിയിട്ടേക്കാണ്. ഒരു രീതിയിലുള്ള മാനേഴ്സും ഒന്നും ഇല്ലാതെ അവിടെ ഇരിക്കുന്നിടത്ത് കൊണ്ട് കൂട്ടിയിട്ടേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം വീടാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നിടത്ത് അല്ലെങ്കിൽ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ഇതുപോലെ ആ ഒരു സോഫയിൽ തുണി കൊണ്ടിടുവോ? ഒരു രീതിയിലുള്ള മാനേഴ്സും ഇല്ല. പുള്ളി പറഞ്ഞ ഓരോ കാര്യവും വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മര്യാദയില്ലാത്ത, ഒരു മാനേഴ്സ് ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയാത്ത, ഇത്രയും ജനങ്ങൾ, ഇത്രയും കോടിക്കണക്കിന് ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാത്ത കുറെ വിവരദോഷികൾ എന്നെ പറയാൻ പറ്റൂ. കൃത്യമായിട്ട് സാബു ഇന്ന് അത് എടുത്ത് കാണിച്ചു. പ്രേക്ഷകരുടെ
മുന്നോട്ട് ഇട്ട് കൊടുത്തു, ഇതാണ് ബിഗ് ബോസ് ഹൗസ്, എങ്ങനെ ക്യാമറ ഇതിന്റെ ഡയറക്ടർ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് വെക്കും ഒന്ന് ആലോചിച്ച് പറ. കഴിഞ്ഞില്ല, ഇനി ബാക്കിയുണ്ട്, ഇനിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലെ പിടിക്കും. ഈ ഫ്രണ്ടിൽ നിന്നുള്ള ആംഗിൾ പോയി, നമുക്കിനി തിരിഞ്ഞ് അങ്ങോട്ട് നിന്നിട്ട് നോക്കാം എന്നും പറഞ്ഞിട്ട് അതിലെ അപ്പുറത്തോട്ട് ഓപ്പോസിറ്റ് നിർത്തും. എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഓപ്പോസിറ്റ് നിർത്തും, ആ കവാടത്തിന്റെ സൈഡിലോട്ട് നിർത്തും. ഇനി ഇവിടുന്ന് ആംഗിള് കാണിക്കാമെന്ന് ഡയറക്ടർ വിചാരിക്കുകയാണ്. ഈ ആംഗിൾ ഓക്കെ ആണോ? നോക്കുമ്പോ അവിടെയും തുണി കിടക്കുകയാണ്. കണ്ടില്ലേ, കസേരയ്ക്കകത്ത് തുണി കൊണ്ടിട്ടേക്കാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും അവിടെ ക്യാമറ വെക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വെച്ചാലും ഓപ്പോസിറ്റ് വെച്ചാലും അടിവസ്ത്രത്തിന്റെ ഇടയിൽ കൂടെ ക്യാമറ എടുക്കേണ്ടി വരും. ലോങ് ഷോട്ട് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ, ക്ലോസ് ഷോട്ട് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആദില ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഇതെല്ലാം പിന്നെ നമ്മളിനി വേറെ എവിടെ കൊണ്ട് വെക്കുക, ഇത് കഴിവ് ഇവിടെല്ലാം ഇടാൻ പറ്റത്തുള്ളൂ, വേറെ സ്ഥലമില്ലല്ലോ. അതിന് പുള്ളി പറയുന്നുണ്ട്, കഴിവിട്ടോ, അതിനിപ്പോ എന്താണ്, കഴിവിട്ടതിന് ശേഷം ഉണങ്ങി കഴിഞ്ഞ് നിങ്ങൾക്ക് എടുത്തോണ്ട് വെച്ചൂടെ, അത് അല്ലെങ്കിൽ ഇത് എടുത്ത് മാറ്റി എവിടെങ്കിലും അടുക്കിപ്പിറക്കി വെച്ചൂടെ. ഇതാ സോഫയ്ക്കകത്ത് കൂന കൂട്ടിയിട്ടേക്കാണല്ലോ, കോർപ്പറേഷൻകാർ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നതിനോട്ട് കൂന കൂട്ടിയിട്ടേക്കാണ്. അവിടുന്ന് തോന്നുമ്പോ പോയി സ്റ്റവർ എടുക്കുക, ഇല്ല ഇവരില്ല മൂലക്ക് കൂട്ടിയിട്ടിട്ട് അവിടുന്ന് ഇല്ല ഡ്രസ്സ് എടുക്കുന്നതിന്റെ കൂട്ട്. ചില തുണിക്കടലൊക്കെ കയറുമ്പോഴേ തുണി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ ഡ്രസ്സ് തിരഞ്ഞെടുക്കുമല്ലോ, അതുപോലെയൊക്കെയാണ് ആരും വന്ന് ഡ്രസ്സ് എടുത്തോണ്ട് പോകുന്നത്. പുള്ളിയുടെ തുണി കൂട്ടിയിട്ടേക്കാണ്, അതിന്റെ ഇടയ്ക്ക് ഒരു ടീഷർട്ട് എടുത്തിട്ടേക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടിട്ട് പോകുന്നത്. ഒരു വൃത്തിയും വരെ ഇല്ലാത്ത, ഒരു അച്ചടക്കവും ഇല്ലാത്ത ടീംസ്. ഇതൊക്കെ സ്വന്തം വീട്ടിൽ ചെയ്യുന്നത് ചെയ്ത് ഒരു കുഴപ്പമില്ല, ഞാൻ ആരെയും കുറ്റം പറയുന്നത്. ചിലപ്പോൾ സ്വന്തം വീട്ടിൽ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല, ഇതിന്റെ അപ്പുറം കാണിക്കുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ആളുകൾ കാണുന്നതാണെന്നുള്ള ഒരു ബോധം പോലും ഒറ്റവർക്ക് ഇല്ലെന്നേ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടം കൊണ്ടൊന്നും സാബു കൊണ്ട് നിർത്തത്തില്ല, ഇനി ബാക്കിയുണ്ട്. അടുത്തത്, ആ സോഫ എടുത്ത് ഈ കാറിന്റെ പരസ്യം വെച്ചിട്ടുണ്ട്, മാരുതിയുടെ പുതിയ കാറാണ്. അതിന് പുള്ളി പറയാണ്, ഈ ബോർഡ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ കാറിന്റെ പരസ്യം ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ടി വിക്കകത്ത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊക്കെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഫ്രെയിമേ കാണിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മോശം ഫ്രെയിമാണത്, അത് കാണിക്കാനേ പറ്റുന്നില്ല. അതിന്റെ മുതലാളി വെറുതെയാണ് കൊണ്ടുവച്ചേക്കുന്നത്. മുതലാളി നീയൊക്കെ കാരണം മാനസിക സംഘർഷത്തിലാണ്, പുള്ളി ഇന്ന് വരും നാളെ വരും ടി വിക്കകത്തൊന്നും പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ അത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര വൃത്തിഹീനമായിട്ടാണ് നിങ്ങൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ആദിലെ കൊല വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. രാവിലെ തന്നെ വിളിച്ചോണ്ട് പോയി പുറത്ത് നിർത്തി. ക്യാപ്റ്റൻ രാവിലെ എണീറ്റ് വരാതിരുന്നപ്പോഴാണ് നോട്ട് ചെയ്ത്, വിളിച്ചോണ്ട് പോയി പുറത്ത് നിർത്തി വാലിച്ചങ്ങ് കീറി. ഇതിന് ശേഷം അവിടെ ഇരുന്നിട്ട് അടുത്ത ആര്യന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ കരച്ചിലൊക്കെ മാറിയോ, ജിസയില് പോയതിന്റെ കരച്ചിലൊക്കെ മാറിയോ എന്ന് പറഞ്ഞ് ആര്യനെ ഇട്ട് താറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, 100 ദിവസം കൂടെ നിന്നായിരുന്നെങ്കിൽ ഇവനും അവക്കൂടെ ഈ വീട് എഴുതി കൊടുക്കേണ്ട അവസ്ഥ വന്നേനെന്ന്. അങ്ങനെ ആര്യനെയും ട്രോളി വിടുന്നുണ്ട്. രാവിലെ വയറ് നിറച്ച് കിട്ടിയോണ്ടാണെന്ന് തോന്നുന്നു അതിൽ നല്ല തുണിയൊക്കെ ആയിട്ട് പുറത്തുനിന്നെടുത്ത് എല്ലാം ബണ്ടക്കെട്ടൊക്കെ കെട്ടിയാണ്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാബുവിനെ പിടിക്കും, ഓരോരുത്തരെ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി വേറെ ലെവൽ കേട്ടോ. പുള്ളി വന്ന് രാവിലെ തൊട്ട് തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓരോരുത്തരെ ഇട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. സാബുവിനെ ഇനി വിളിച്ചിട്ട് പറയും, എടാ ഇത് ഈ കാണുന്ന വാഷ്റൂമാണ് കേട്ടോ, ഇവിടെ നേരെ അങ്ങോട്ട് കയറിയിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് അവിടെ ഒരു വാതിലുണ്ട്, ആ വാതിലിൽ നമുക്ക് പുറത്തോട്ട് ഗാർഡൻ ഏരിയയിലോട്ട് കടക്കാം, അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. സാബുമാൻ ഇങ്ങനെ നിൽക്കാണ്, അത് നമുക്കറിയാം, അത് എനിക്കറിയാം, അത് നമ്മളിവിടെ കുറച്ചാളുകൾ ജീവിക്കുന്നതല്ലേ, ഇവനെ ഊക്കിയതാണെന്ന് അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അന്നേരം തരികട സാബു പറയുന്നുണ്ട്, അല്ല നിനക്കിത് അറിയത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ എന്നും പറഞ്ഞ് അവനിട്ടും കൊടുക്കും. അങ്ങനെ രാവിലെ തന്നെ തരികട സാബു നല്ല രീതിയിൽ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് ഇവർക്ക് കൊടുക്കുന്നത്, മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത്. അത് ആക്ച്വലി സാബുവിന് കൊടുക്കുന്ന ടാസ്ക് ആണ്. ടാസ്ക് ഇതാണ്, ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പോപ്പുലർ ആവും. എന്നാൽ ഈ ഒരു പോപ്പുലാരിറ്റി എങ്ങനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നവരും അറിയാത്തവരും ഉണ്ട്. അത് നല്ല രീതിയിൽ ചെയ്ത് നല്ലൊരു നിലയ്ക്കെത്തിയ ആളുകളും ഉണ്ട്, നല്ല രീതിയിൽ ചെയ്യാതെ പോയിട്ട് പടുകുഴിയിൽ വീണുപോയ ആളുകളും ഉണ്ട്. സോ അതുകൊണ്ട് ബിഗ് ബോസ് സീസൺ 1 വിന്നറായിട്ടുള്ള സാബു മോൻ ഇതിന് ശേഷം തന്റെ കരിയർ എങ്ങനെയാണ് കെട്ടിപ്പടുത്തിയത്, ഈ പോപ്പുലാരിറ്റി എങ്ങനെയാണ് വിനിയോഗിച്ചത്, അത് കൃത്യമായിട്ട് വന്ന് പറയുക. ഈ ഷാനവാസിന് വേറെ പണിയൊന്നുമില്ലേ, രാവിലെ തൊട്ട് തുടങ്ങുന്നതാണ് ഈ മീശ പിരി. ഇയാൾ ഇങ്ങനെ പിരിച്ചിരിക്കുകയാണ്. ഇതിപ്പോ ടാസ്ക് ആദ്യം വായിച്ചുകൊണ്ടിരുന്നപ്പോഴും മീശ പിരിക്കുകയാണ്. അതിനുശേഷം സാബു പറഞ്ഞു തുടങ്ങി, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴും നമ്മുടെ പുള്ളി അവിടെ നിന്ന് മീശ പിരിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് തന്നെ ഇവന്റെ പണി. ഇവൻ സ്വയം അങ്ങ് ഭയങ്കര എന്തോ ഒരു മാസ് ഹീറോ ആണെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു ഇവൻ നിൽക്കുന്നത്. ഇപ്പൊ തിരുമണ്ടനാണ് ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് മനസ്സിലായി. വെറും മണ്ടനല്ല, മരപ്പൊട്ടനാണെന്ന് മനസ്സിലായി. നമുക്കുണ്ടോ മീശ, ഞാൻ പിരിച്ചു വെക്കോ.
ഇരിക്കട്ടെ. നിങ്ങൾ വള്ളം കണ്ടിട്ടുണ്ടോ? വള്ളം ഇതാണ് വള്ളം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് മീശപിരി അല്ല, സാബുമോന്റെ ടാസ്ക്. അങ്ങനെ ടാസ്കിനകത്ത് പുള്ളിയുടെ ജീവിതകഥയും സിനിമയിൽ അവസരം കിട്ടും, ജല്ലിക്കെട്ടിനകത്ത് അവസരം കിട്ടും, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയിൽ അഭിനയിച്ചതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. ബിഗ് ബോസിന് ശേഷം കുറച്ച് അച്ചടക്കം വന്നു, കുറെ ശീലങ്ങൾ മാറ്റാൻ വേണ്ടി സഹായിച്ചു. അങ്ങനെ ബിഗ് ബോസ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പുള്ളി എങ്ങനെയാണ് സിനിമയിലോട്ട് വന്നത്, വളരെ അവിചാരിതമായിട്ട് സിനിമയിലോട്ട് വന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്, തമിഴ് പടങ്ങളിൽ അഭിനയിച്ചു, ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെ പറ്റി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പുള്ളി ഇവിടെ ലൈഫിൽ നിന്ന് കടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തരികട സാബു ഒക്കെ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് തന്നെ ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അന്നേരം പുള്ളി തന്നെ പറയുന്നുണ്ട്, ഫുൾ ക്രെഡിറ്റ് ഞാൻ ബിഗ് ബോസിന് തരത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് ഈ ഒരു ഷോ നാട്ടുകാരിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ആളുകളെ തന്നെയാണ് ഫസ്റ്റ് സീസണിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേളി മാണി ആണെങ്കിലും സാബു ആണെങ്കിലും രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും ഇവരൊക്കെ അത്യാവശ്യം ഫെയിം നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരുന്നു. അന്നേരം ഇവരെ ബിഗ് ബോസ് ഹൗസിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ഫെയിം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും അറിയണമെന്നില്ല. ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫെയിമിന്റെ ഒരു 2x2 2x3 ഒക്കെ ആയിട്ട് മാറും. ഒരു 3-4 ഇരട്ടി പോപ്പുലാരിറ്റിയിലോട്ട് ഉയരും. അങ്ങനെ ആ ഒരു ഫെയിം സാബുവിനും കിട്ടിയിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് സാബുവിന് സാധിച്ചിട്ടുണ്ട്. തരികട സാബു എന്നായിരുന്നു ഇതിനു മുമ്പ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ബിഗ് ബോസ് വിന്നർ സാബു എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ബിഗ് ബോസ് പുള്ളിക്ക് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഫെയിമും അതുപോലെ തന്നെ ആ ഒരു ഹീറോ പരിവേഷവും ഒക്കെ അത് വേറെ ഏതെങ്കിലും ഷോയിലോ വേറെ ഏതെങ്കിലും സിനിമയിലോ അഭിനയിച്ചാലോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതിനൊക്കെ പറ്റി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതിന് ശേഷമാണ് അനീഷുമായിട്ടുള്ള ഉടക്ക് വരുന്നത്. ഈ ടാസ്കിനകത്ത് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാബു തന്നെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അനീഷ് അവിടെ നിന്നിട്ട് ഈ സാബുവിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ താരതമ്യേന വരുന്നത് ഫിലിമിലുള്ള ആക്ടേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും വരണം എന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് അനീഷ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സാബു അന്നേരം പറയും, ഞാൻ ഇതിന് ആൻസർ പറയുന്നില്ല. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഒരു ക്വസ്റ്റ്യന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നില്ല എന്നും പറഞ്ഞ് ഒഴിവാക്കി അങ്ങ് വിടും. അങ്ങനെ ഏറ്റവും അവസാനം ഈ ഒരു ചർച്ചയും ഈ ഒരു ടാസ്കും കഴിഞ്ഞു പോയതിനു ശേഷം അനീഷ് ഈ ഒരു സാധനം പിന്നെയും എടുത്തിട്ടു. അനീഷിന്റെ സ്വഭാവം അറിയാമല്ലോ. അനീഷ് അവിടെ നിന്നിട്ട് പറയാണ്, ഇങ്ങനെ ആക്ടേഴ്സ് കൂടുതൽ വരുമ്പോഴത്തേക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് അവര് കൂടുതലായിട്ട് ആക്ട് ചെയ്യും. കാരണം അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രൊഫഷൻ അതാണ് എന്നും പറഞ്ഞിട്ട് അനീഷ് കടന്ന് അങ്ങ് ചൊറിച്ചിലാണ്. അപ്പൊ അതിനകത്ത് ഷാനവാസ് കയറി വള്ളി പിടിക്കാൻ പോയ സമയത്ത് സാബു പറയും, ഷാനവാസെ അതിനകത്ത് വള്ളി പിടിക്കാൻ നിൽക്കണ്ട, ഇത് എനിക്കുള്ള വള്ളിയാണ്. അപ്പോഴാണ് സാബു നിങ്ങൾ പ്രൊമോയിൽ കണ്ട ആ ഒരു ഡയലോഗ് അടിക്കുന്നത്. ഒരു കാര്യം അനീഷ് ഇവിടെ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യത്തിലും അവർ ആക്ടേഴ്സ് യു ആർ എ കോമണർ എന്നുള്ള രീതിയിൽ അനീഷ് പറയുമ്പോൾ നീ ഒരു റേസിസ്റ്റ് ആയിട്ട് മാറുകയാണ്. യു ആർ ബിക്കം എ റേസിസ്റ്റ്. അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അങ്ങോട്ട് ചോദിക്കും, ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ഇവരാരെങ്കിലും അനീഷ് ഒരു ആക്ടർ അല്ല എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചതായിട്ട് അനീഷിന് തോന്നുന്നുണ്ടോ? അതായത് അനീഷ് പറയും, ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഇവരൊക്കെ എന്നോട് അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് അനീഷിന്റെ വായിൽ അങ്ങോട്ട് വീണപ്പോൾ തന്നെ ഓക്കെ, അവിടെ ആ പറഞ്ഞതിനകത്ത് ആൻസർ ഉണ്ട് എന്നും പറഞ്ഞ് തിരിഞ്ഞൊരൊറ്റ നടന്നങ്ങ് പോക്കാണ്. സാബു ബ്രില്യൻ്റ് ആയിട്ട് നിന്നു എന്നുള്ളതാണ് കാര്യം. പുള്ളി ഇത്രയും ഗെയിം കണ്ടിട്ട് വന്നതാണ്, ഇവന്റെ ഗെയിം എന്താണെന്ന് അറിഞ്ഞിട്ട് അകത്തോട്ട് വന്നതാണ്. അവിടെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് ഇവരോട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കും. ആ ഒരു സ്പേസ് കൊടുക്കാതെ പുള്ളി നൈസായിട്ട് തിരിഞ്ഞ് നടന്നങ്ങ് പോകും. അവിടെ അത്രേ ഉള്ളൂ. ഡിസ്ക്രിമിനേഷൻ കാണിച്ചില്ല, പ്രശ്നം തീർന്നു, പരിപാടി തീർന്നു. അനീഷ് വിടുവോ? അനീഷ് അവിടെ കിടന്ന് പിന്നെയും സംസാരം തുടങ്ങുക. അനീഷ് പുറകെ നടന്നിട്ട് അങ്ങനെ പോകാൻ വരട്ടെ, പക്ഷെ ഇവരൊക്കെ നാടകം കളിക്കുന്നതായിട്ടും അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ അതോടെ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അനീഷ് ഇടക്കിടന്ന് വേളം വെക്കും. അതിനകത്ത് ഷാനവാസ് പിന്നെ കയറി പിടിക്കുന്നു, ഷാനവാസോടെ ഉടക്കാവുന്നു. എന്നിട്ട് ഷാനവാസോടെ എന്ന് പറയുന്നുണ്ട്, നീ ഇവിടെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ഇവിടുന്ന് 3 ആക്ടേഴ്സ് എവിക്റ്റ് ആയി പോയി. എന്നിട്ട് ഹനുമോൻ ഓടി എന്ന് പറയുന്നുണ്ട്, ഷാനവാസൊക്കെ 3 അല്ല 4. സരിക, ശൈത്യ, അഭിലാഷ്, അപ്പാനി 4 പേര് പോയിട്ടുണ്ട്. അപ്പോഴാണ് അനീഷ് നിങ്ങൾ മറ്റേ കണ്ട് ഡയലോഗ് അടിക്കുന്നത്, ഇപ്പോൾ ഈ ഷോയിൽ സാധാരണക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസ് 5 പേരെ ഈ ഷോയിലേക്ക് 5 കോമണേഴ്സിനെ പരിഗണിക്കുന്നില്ല എന്നും പറഞ്ഞ് അവിടെ ഡയലോഗ് അടി തുടങ്ങും. അപ്പോൾ അക്ബറൊക്കെ വന്ന് പറയുന്നുണ്ട്, ഇതൊരു കൊമേഴ്ഷ്യൽ ഷോ ആണ്, പോപ്പുലാരിറ്റി ഉള്ള ആളുകൾ, കുറച്ച് ആളുകൾക്ക് സുപരിചിതമായിട്ടുള്ള ആളുകൾ വന്നാൽ മാത്രമേ ഈ ഒരു ഷോയ്ക്ക് കുറച്ചും കൂടെ ഒരു ബൂസ്റ്റ് കിട്ടൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആരെടുത്ത് പറയാൻ, അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അത് കഴിഞ്ഞ് ഹൗസിന്റെ അകത്ത് കയറിയിട്ടും ഈ ബഹളം. അപ്പോഴത്തേക്ക് ഈ അനീഷ് ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വന്ന ടീംസ് ആണ് ഈ വൈൽഡ് കാർഡായിട്ട് കയറിയ ലക്ഷ്മിയൊക്കെ. ലക്ഷ്മി അങ്ങോട്ട് ഇങ്ങോട്ട് ഇടും. അനീഷ് സാധാരണക്കാരനല്ല, അനീഷിന് യൂട്യൂബ് ചാനലുണ്ട്, അനീഷ് ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, അനീഷ് എഴുത്തുകാരനാണ് എന്നും പറഞ്ഞ് ലക്ഷ്മി എടുത്തിടും. എന്നിട്ട് അക്ബറും പറയുന്നുണ്ട്, പ്രാദേശിക ചാനലിൽ ആങ്കർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അനീഷ് തന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ എങ്ങനെ സാധാരണക്കാരനാകും എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരും അങ്ങോട്ട് തുടങ്ങും. പിന്നെ അന്നേരം അനീഷിന് ഒന്നും പറയാനില്ല. ഞാൻ ഒരു കാര്യം പറയാം, അനീഷ് ഒരു കോമണർ അല്ല. അനീഷിനെ
ഒരു തരത്തിലും അനീഷിന്റെ ഒരു കോമണർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് അനീഷിന്റെ യൂട്യൂബ് ചാനൽ എടുക്കാം. ഇത് അനീഷിന്റെ യൂട്യൂബ് ചാനലാണ്. അനീഷ് സാമ്പിൾസ് എന്നാണ് പേര്. ഇപ്പൊ നിലവിൽ 68,200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 662 വീഡിയോസും ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് കയറുന്ന സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 25,000-ഓളം ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ചാനലിൽ അനീഷിനുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഓൾഡസ്റ്റ് വീഡിയോ ഒക്കെ നോക്കാം. ഓൾഡസ്റ്റ് വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ 4 കൊല്ലം മുമ്പിട്ട വീഡിയോയ്ക്ക് 3,18,000 വ്യൂവർഷിപ്പ്, 6 മാസം മുമ്പിട്ട വീഡിയോയ്ക്ക് 1,56,000 വ്യൂവർഷിപ്പ്, 8 മാസം മുമ്പിട്ട വീഡിയോയ്ക്ക് 1,32,000. ഇതൊക്കെ അനീഷിന്റെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. 5 കൊല്ലം മുമ്പ് തൊട്ട് അനീഷ് വീഡിയോസ് ഇടുന്നുണ്ട്. ഇയാൾക്ക് 10,25,000 സബ്സ്ക്രൈബേഴ്സും ഈ യൂട്യൂബ് ചാനലിലും കണ്ടുണ്ടായിട്ടുണ്ട് ഈ ബിഗ് ബോസ് കയറുന്നതിന് മുമ്പ്. ഇതിന് ശേഷമാണ് ഇപ്പോഴാണ് 68,200 സബ്സ്ക്രൈബേഴ്സ് ആയത്. 602 വീഡിയോസും പുള്ളി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനീഷ് എങ്ങനെ ഒരു സാധാരണക്കാരനായിട്ട് നമുക്ക് മുദ്ര കുത്താൻ പറ്റും? നിങ്ങളൊന്ന് പറ. ഇത് മാത്രമല്ല, ഇനിയുണ്ട്. ഈ വീഡിയോ കാണും. ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ചാനൽ ഇങ്ങനെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിൽ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 കൊല്ലം മുമ്പിട്ട വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഞാനൊക്കെ യൂട്യൂബിൽ അത്യാവശ്യം വ്യൂവർഷിപ്പ് കിട്ടുന്നതിന് മുമ്പേ അനീഷിന് നല്ല വ്യൂവർഷിപ്പും നല്ല വളർച്ച ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. സൽമീതി ആൻസറിൽ പങ്കെടുത്തിരുന്ന ചേട്ടനാണോ അല്ലെങ്കിൽ പങ്കെടുത്തിരുന്നില്ലേ എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് കമന്റ് ചെയ്ത് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എന്തെന്നില്ലാത്ത അതിര് കവിഞ്ഞൊരു സന്തോഷമുണ്ട്. അപ്പോൾ അനീഷ് സൂര്യ ടിവിയിലും മുകേഷ് ഹോസ്റ്റ് ആയിട്ടുള്ള സെൽമീതി ആൻസർ എന്ന് പറയുന്ന പരിപാടിയിൽ കുറെ എപ്പിസോഡ്സിൽ അനീഷ് പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് ജയറാമിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ബാർഗെയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്. അനീഷിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു സന്തോഷത്തോടൊപ്പം നമ്മുടെ ചാനലും വളരുന്നു, നമ്മുടെ ചാനൽ ഫാമിലി ഇങ്ങനെ വളരുന്നു എന്ന് പറയുന്നത് അതിലേറെ സന്തോഷം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, കടപ്പാട് ഇത്ര മാത്രമാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ. അപ്പോൾ ഇങ്ങനെയുള്ള അനീഷിനെ എങ്ങനെ നമുക്കൊരു കോമണർ ആയിട്ട് പരിഗണിക്കാൻ പറ്റും? ഫസ്റ്റ് സീസണിൽ വന്ന ഗോപിക അതൊരു കോമണർ ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. അത് കഴിഞ്ഞിട്ട് വന്ന നന്ദനെ കോമണർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്ദന ബിഗ് ബോസ് ഹൗസിൽ കയറുന്ന സമയത്ത് നന്ദനയ്ക്ക് ബോട്ട് ഫോളോവേഴ്സ് ആണോ വാട്ടവർ ഇറ്റ് ഈസ് എനിക്കറിയില്ല, നന്ദനയ്ക്ക് ഏതാണ്ട് 100K അടുത്ത് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. 100K എന്ന് വെച്ചാൽ 1,00,000 അടുത്ത് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് 85 എങ്ങാണ്ടായിരുന്നു, 85,000 എങ്ങാണ്ടായിരുന്നു. അത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് പുള്ളിക്കാരത്തി ബോട്ടിനെ അടിച്ച് കയറ്റിയാണെന്നും അറിയത്തൊന്നുമില്ല. ബട്ട് അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ഒരു കോമണർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഗോപിക ഒരു ന്യൂ ഫേസ് ആയിരുന്നു, ഗോപിക ഒരു കോമണർ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാമായിരുന്നു. പക്ഷെ അനീഷിന്റെ കാര്യത്തിലൂടെ വരുമ്പോഴത്തേക്ക് സെൽമീതി ആൻസർ യൂട്യൂബ് ചാനൽ കഴിഞ്ഞില്ല, ഇനിയുണ്ട്. യൂട്യൂബ് ചാനൽ വിട്ടിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലിട്ടൊന്ന് ചേക്കേറാം. അതിനകത്ത് കുറച്ച് പരിപാടികൾ എനിക്ക് പറഞ്ഞു തീർക്കാനുണ്ട്. അതിനു മുമ്പ് ഈ സെൽമീതി ആൻസറിന്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അനീഷ് തന്നെ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാധിക്കും, ചോദ്യമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞു തരാനായിട്ട് സാധിക്കും. വിളിച്ചാൽ പറഞ്ഞു തരാം. കണ്ടല്ലോ. അങ്ങനെ ജയറാം വിളിക്കുകയും ജയറാമിന്റെ കൂടെ നിന്നിട്ട് ബാർഗനിങ് നടത്തുകയും ചെയ്യുന്നുണ്ട് അനീഷ്. ഇൻസ്റ്റാഗ്രാമിലോട്ട് പോവുകയാണെങ്കിൽ അനീഷിന്റെ സത്യത്തിൽ ഇത് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോവുകയാണെങ്കിൽ അനീഷ് ഈസ് നോട്ട് എ കോമണർ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസം മുമ്പ് ഒരു വോയിസ് നോട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് തന്നെ ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടി ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അത് ഇന്നത്തെ എപ്പിസോഡിൽ വന്നു എന്നുള്ളതാണ്. അനീഷ് കോമണർ സബ്ജക്ട് എടുത്തിട്ടു. എനിക്കറിയായിരുന്നു ഈ ഒരു സാധനം എപ്പോഴെങ്കിലും എടുത്തിടുവാണെങ്കിൽ ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ അയച്ച വോയിസ് ആണിത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനീഷ് ഒരു കോമണർ ആണോ എന്ന്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്ന കാര്യം ഇങ്ങനെ അതായത് മറന്നു വരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റീൽസും അനീഷിന്റെ അക്കൗണ്ടിൽ ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ റീൽ കാണാം. ഇത് അനീഷിന്റെ പുസ്തകം എന്നേരം തുഴഞ്ഞു എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പ്രകാശനവും അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളുടെ ഇതാണ്. ഇദ്ദേഹം ഒരു കഥാകൃത്താണ്, ഒരു എഴുത്തുകാരനാണ്. ഇങ്ങനെ എങ്ങനെ നമുക്കൊരു കോമണർ ആയിട്ട് പരിഗണിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. കണ്ടല്ലോ, അനീഷിന്റെ ഈ ഒരു പുസ്തകവും കാര്യങ്ങളും ന്യൂസിനകത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് കേൾക്കാം. ഇത് അനീഷ് തന്നെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. തൃശൂർ കോടന്നൂർ സ്വദേശിയായ യുവ എഴുത്തുകാരൻ അനീഷ് ടിയുടെ പുസ്തകം എന്നേരം തുഴഞ്ഞ് പ്രകാശനം ചെയ്തു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ VG തമ്പി പ്രകാശനം നിർവഹിച്ചു. യുവ എഴുത്തുകാരി ഷിൻഷ ഗംഗ പുസ്തകം ഏറ്റുവാങ്ങി. ED ഡേവിസ് പുസ്തക പരിചയം നടത്തി.
അനീഷ് സാമ്പിൾസ് എന്ന് പറയുന്ന പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പുള്ളി തന്നെ ഇട്ട വീഡിയോ ആണിത്. യുവ എഴുത്തുകാരൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ചാനലിനകത്ത് തന്നെ അനീഷിനെ വാർത്ത വായിക്കുന്ന ചേച്ചി അഭിസംബോധന ചെയ്യുന്നത്, അല്ലാതെ സാധാരണക്കാരൻ എന്നുള്ള രീതിയിലല്ല. അനീഷിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു സാധാരണക്കാരനാണ്. എനിക്ക് യൂട്യൂബ് അല്ലാതെ എനിക്ക് വേറെ ഒരു രീതിയിൽ ഞാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോയിൽ പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ ഞാൻ പുസ്തകം എഴുതിയിട്ടോ ഒന്നുമില്ല. അതിന്റെ അകത്തിരിക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതലും മേഖലകളിൽ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അനീഷ്. അപ്പൊ അനീഷിനെ എങ്ങനെ ഒരു സാധാരണക്കാരനായിട്ട് പറയാൻ പറ്റും? അനീഷ് വന്ന് വലിയ വായിൽ പറയുന്നുണ്ടോ 5 കോമണേഴ്സിനെങ്കിലും കൊണ്ടുവരണമെന്ന്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു കോമണർ, ഏറ്റവും ബെസ്റ്റ് കോമണർ എന്നുള്ള രീതിയിൽ PR വർക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധാരണക്കാരന്റെ ഇടയിലോട്ട് വന്ന് ഇത്രയും വലിയൊരു ഫെയിമിലോട്ട് എത്തി, ഇത്രയും നല്ല രീതിയിൽ കളിക്കുന്നു, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു സാധാരണക്കാരൻ കളിച്ചു മുന്നേറുന്നു എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അനീഷ് കളിക്കുന്ന ഒരു കളി. അതോടൊപ്പം തന്നെ അനീഷിന്റെ അനിയൻ പുള്ളിയും ഈ ഒരു സാധനം പുറത്ത് നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പുള്ളിയുടെ അക്കൗണ്ടാണ് അബീഷ് ആന്റണിയുടെ അക്കൗണ്ടാണ്. പുള്ളി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണിത്. അനീഷിന്റെ ഫ്ലെക്സ് വെച്ചിട്ട് അനീഷിന്റെ നാട്ടിൽ ആൾക്കാരുടെയൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം കണ്ടോ? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമണർ. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കോമണർ മത്സരാർത്ഥി. ഈ ഒരു ടാഗ്ലൈൻ വെച്ചിട്ടാണ് അനീഷിനെ ഇവര് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കഴിവുകൾ അല്ലെങ്കിൽ ഇത്രയും മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തി എങ്ങനെ ഒരു കോമണർ ആവും? അനീഷ് തന്നെ പറയുന്നുണ്ട്, TV-യിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സെൽമി ദി ആൻസറിൽ പങ്കെടുത്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, അത്യാവശ്യം വ്യൂവർഷിപ്പ് അതിനകത്തുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ തുടരെ റീൽസ് ചെയ്യുന്നുണ്ടായിരുന്നു, തുടരെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്, പൊതുവേദികളിൽ സംസാരിക്കുന്നുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അങ്ങനെ പല പരിപാടികൾ പുള്ളി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അനീഷിനെ ഒരിക്കലും നമുക്ക് കോമണർ ആയിട്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ വേണമെങ്കിൽ കഴിഞ്ഞ സീസണിൽ മറ്റേ രതീഷ്, പുള്ളിയെ വേണമെങ്കിൽ കോമണർ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഒന്ന് പുള്ളി ഒരു കോമണർ ടാഗിലെല്ലാം തോന്നുന്നു കഴിഞ്ഞ സീസണിൽ കൊണ്ടുവന്നു, പക്ഷെ പുള്ളി ഒരു കോമണറാണ്. അങ്ങനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അനീഷ് വന്നിട്ട് 1 ഡയലോഗ് അടിക്കുന്നത്, അന്നേരം അനീഷ് തന്നെ അനീഷിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നു എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ ആളുകൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ശരി, കുറച്ച് പണിയുണ്ട്. ബൈ ബൈ. അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം.